ഓ ഓ രാവിലെ ആയോ? ഇനി വീട്ടിലോട്ട് പോണം. ആ പ്രയത്നം ഓടിക്കാൻ വേണ്ടിക്ക് സ്വാമി ഒന്ന് വിളിക്കാം. ആ ഹലോ സ്വാമി. ആ എന്താടോ രാവിലെ തന്നെ? അതിന്റെ സ്വാമി ഞങ്ങളുടെ വീട്ടിൽ പിന്നെ ഒരു പ്രേതം കയറി. ആ അപ്പൊ സ്വാമി ആ പ്രയത്നം ഒന്ന് ഓടിക്കാൻ വരുമോ? എടോ എനിക്ക് വരാൻ പറ്റത്തില്ലടോ, എന്റെ മാന്ത്രിക ശക്തി എല്ലാം പോയി. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒരു പ്രയത്നം ഓടിച്ചില്ല, അപ്പൊ എന്റെ മാന്ത്രിക ശക്തി എല്ലാം പോയി. ഒരു 10 ദിവസം എടുക്കും എനിക്ക് ഇത് ശക്തി വരണമെങ്കിൽ. അതുവരെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സ്വാമിയെ വിളിച്ചിട്ട് സെറ്റാക്കാൻ നോക്ക്. ഞാൻ വന്നാലും പ്രത്യേകിച്ച് പ്രയോജനമില്ല, അതുകൊണ്ട് നിങ്ങൾ വേറെ ഒരാളെ സെറ്റാക്കാൻ നോക്ക്. അയ്യോ എന്നാ ശരിയാ, ഞാനൊന്ന് വേറെ ഒരു സമയം സെറ്റാക്കാം. ആ എന്നാ ശരിയടോ. ആ ശരി സ്വാമി. ഓ എന്താ പറയാനിത്, എന്തൊരു കഷ്ടം ഇത്. ഞാൻ രാവിലെ തന്നെ ഇറങ്ങട്ടെ സ്വാമി അന്വേഷിച്ച്. അല്ല അച്ഛൻ ഈ രാവിലെ എവിടെ പോവാ? ആ മക്കളെ നീ എഴുന്നേറ്റോ? ആ ഞാനാണെങ്കിൽ സ്വാമിയെ വിളിക്കാൻ പോവാം. മറ്റേ നമ്മുടെ എപ്പോഴും വിളിക്കുന്ന പ്രേതമൊക്കെ ആകുമ്പോൾ വിളിക്കുന്ന സ്വാമിക്കാണെങ്കിലേ ഒരു വടിപ്രേതം ഇല്ലേ വന്ന വടിപ്രേതത്തിനെ ഓടിച്ച് പിന്നെ സ്വാമിക്ക് ശക്തിയില്ല. 10 ദിവസത്തേക്ക് പൂജയായിരുന്നു സ്വാമി പറഞ്ഞു. അതുകൊണ്ട് ആ സ്വാമിക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു നമ്മുടെ വീട്ടിലെ പ്രേതത്തിനെ ഓടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ വേറെ പ്രേതത്തിനെ വിളിക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങിയതാ. അയ്യോ എന്ത് പറ്റിയ സ്വാമിക്ക് വരാൻ പറ്റാത്തെ? സ്വാമിക്ക് നമ്മളൊന്നും വടിപ്രേതം ഇല്ല. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ വടിപ്രേതത്തിനെ അന്ന് ഓടിച്ചില്ല. അന്ന് വടിപ്രേതം ഓർമ്മയുണ്ടോ? ആ വടിപ്രേതത്തിനെ ഓടിച്ചപ്പോഴും സ്വാമിയുടെ പവറെല്ലാം പോയിരുന്നു. അങ്ങനെ 10 ദിവസം എടുക്കും പൂജയൊക്കെ ചെയ്ത് ശക്തി വരണം സ്വാമിക്ക്. അതുകൊണ്ട് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. എന്നാലും പ്രത്യേകിച്ച് കാര്യമില്ലെന്ന് പറഞ്ഞു സ്വാമി പറഞ്ഞു. അതുകൊണ്ട് വേറെ അന്വേഷിക്കാൻ പറഞ്ഞു. അന്ന് അച്ഛൻ ഞാനോട് വരാം. ആ മക്കളും കൂടെ വാ. പിന്നെ രാവിലെ കഴിക്കാനൊക്കെ ഉള്ള വാങ്ങിക്കാം. ഇല്ല അച്ഛൻ ഇപ്പൊ സമയം എത്രയായി? വെളുപ്പിന് 5 മണിയായി. 5 മണിയാ? അപ്പൊ ഞാൻ 5 മണിക്കാണ് എഴുന്നേറ്റത്. ഇവിടെ ഇത്ര ഇരുട്ടാണല്ലോ അച്ഛനോട് ഞാൻ ചോദിച്ച സമയം എത്രയെന്ന്. 5 മണി ആയതുള്ളല്ലേ? ആ 5 മണി ആയതേ ഉള്ളൂ ആകെ. അല്ല അച്ഛൻ നമ്മൾ എവിടെ പോയി സ്വാമിയെ വിളിച്ചോണ്ട് വരും? ഒരാൾക്കാരൊക്കെ ചോദിക്കും ഇങ്ങനെ പ്രേതത്തിനെ ഓടിക്കുന്ന സ്വാമി എവിടെയാന്നൊക്കെ. ദേ ഒരു ചേട്ടൻ നടന്നു വരുന്നു, ആ ചേട്ടനോട് ചോദിക്കാം. എക്സ്ക്യൂസ് മീ. എന്താന്ന്? അതെ ഇവിടെ പ്രേതത്തിനൊക്കെ ഓടിക്കുന്ന സ്വാമിമാരും എല്ലാം അറിയാവോ? പ്രേതത്തിനൊക്കെ ഓടിക്കുന്ന സ്വാമിയാ? എനിക്കങ്ങനെ അറിയത്തില്ല. അറിയാമെന്ന് ചോദിച്ചുള്ളൂ. ശരി എന്നാ. ആ ശരി. എന്റെ അമ്മ ഇതേ ബസ് അവിടെ കിടക്കുന്നു, ഇപ്പൊ പോവോ അല്ലെങ്കിൽ അത് ഓടത്തെ? ഓ ഇനി ആരോട് ചോദിക്കാനാണോ ആവോ? ഇനി എന്തായാലും വണ്ടി എടുക്കാം. ഇനി ആരോട് ചോദിക്കാനാണോ ആവോ? ഒരു അമ്മൂമ്മ നടന്നു വരുന്നത്. ആ അമ്മൂമ്മ ഇവിടൊക്കെ തന്നെ ഉള്ളതാന്ന് തോന്നുന്നു. ചോദിച്ചു നോക്കാം എന്തായാലും. എന്റെ കാണുന്നത് അമ്മൂമ്മ എന്നല്ലത്, ഏതോ ഒരു ചേച്ചിയാ. അതെ ചേച്ചി, ഈ പ്രേതത്തിനൊക്കെ ഓടിക്കുന്ന സ്വാമിമാരെ ചേച്ചിക്കല്ലേ അറിയാം ഇവിടെ? പ്രേതത്തിനെ ഓടിക്കുന്ന സ്വാമിയോ? ആ എനിക്കറിയാം. അല്ല നിങ്ങൾക്ക് എന്തിനാ? അതെ ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രേതം കയറി, അതിനെ ഓടിക്കാൻ വേണ്ടിട്ടാ. അല്ല ആ സ്വാമിയുടെ സ്പോട്ട് ഒന്ന് പറഞ്ഞു തരാവോ? ആ പറഞ്ഞുതരാം. ജംഗ്ഷൻ കയറിയിട്ട് നേരെ പോയിട്ട് വലത്തോട്ട് ഇരിഞ്ഞിട്ട് ഇടത്തോട്ട് പോകണം. അപ്പോൾ ഫസ്റ്റ് ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിനടുത്ത് ആ സ്വാമി ഉള്ളത്. ആ നന്ദി ചേച്ചി. ആ ശരി. ഇതെന്താ ഇങ്ങനത്തെ സൗണ്ട്? സൈലൻസറിന്റെ അകത്ത് കല്ലെന്താണ് കയറിയെന്ന് തോന്നുന്നു. ഇപ്പൊ പോയി, സൗണ്ട് ഇല്ലല്ലോ ഇപ്പം. ഞാൻ ഓർത്ത് സ്കൂട്ടറിന്റെ എഞ്ചിനല്ല പരിയം പിടിച്ചെന്ന്. ഇതാ ചേച്ചി പറഞ്ഞ അമ്പലം. ആ നിങ്ങൾ ഇനി പൂജക്കുള്ള സാധനങ്ങളെല്ലാം റെഡി ആക്കിക്കോ. ആ ശരി സ്വാമി. കർമ്മ കർമ്മ ജന്മ ജന്മ വാ പിശാചേ വാ പിശാചേ. ഇങ്ങോട്ട് വാ പിശാച്, ഞാൻ എത്ര നേരം നിന്നെ വിളിക്കുക. വാ പിശാചേ, കാർത്ത പിശാചേ. എന്തിനാ പക്ഷേ നീ ഇവരായിട്ട് ശല്യം ചെയ്യുന്നു? അത് പറ. ഞാനിവരെ എല്ലാരും തിന്നും, എന്നിട്ട് ഞാനൊന്ന് പൊക്കോളാം. ആ നീ ഇവരെ തിന്നും ഞാനൊന്ന് കാണട്ടെ. അതിനു മുമ്പേ നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കാം. കർമ്മ ചർമ്മ ചർമ്മ കർമ്മ 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 ചർമ്മ ചർമ്മ ചകിടിച്ച് പട്ടിച്ച് പട്ടിപ്പട്ടി. ഞാൻ ഈ മന്ത്രം പറഞ്ഞിട്ട് പ്രയത്നമൊന്നും പറ്റുന്നില്ലല്ലോ. കർമ്മ ജർമ്മ ജർമ്മ ജന്മ ജന്മ ജന്മ. എന്റെ അമ്മേ ഓടിക്കോ. അയ്യോ ദേ ആ സ്വാമി പേടിച്ച് ഓടിപ്പോയി. അയ്യോ സ്വാമി പെട്ടെന്ന് വാ, നിങ്ങൾക്ക് പേടിയായി പ്രയത്നെ. അയ്യോ എന്നെ വിട്ടേക്ക്, ഞാൻ ഈ വഴിക്കേ ഇല്ലേ, ഞാൻ ഇവിടെ നിന്ന് വന്നിട്ടേ ഇല്ലേ, ഞാൻ എന്റെ അമ്പലത്തിൽ തന്നെ പോണേ. അയ്യോ ഇതെന്തൊരു സ്വാമിയാ ഇത്? എന്താ ഇനി തുടങ്ങുമല്ലേ? എല്ലാരും പെട്ടെന്ന് ഓടിക്കോ. ഓ ഈ വെളുപ്പിനെ 6 മണി ആയതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റിയത്, അല്ലെങ്കിൽ എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഇവിടെ ഒന്നും. എന്റെ അമ്മേ ഓടിക്കോ. ഞാനും പുറകെ ഓടുവാണേ. ഈ റൂമിലൊന്ന്
നിർത്തിയപ്പോഴോ സമാധാനമായേ. എന്തായാലും ആ സ്വാമി എന്തിനാ ഓടിപ്പോയത് എനിക്ക് മനസ്സിലാവാത്തെ. അയാൾ കള്ളനാന്ന് തോന്നുന്നു, അയാൾ സാമിയൊന്നും അല്ലെന്ന് തോന്നുന്നു. അയാൾ എന്തായാലും സ്വാമിയാ, മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് ഇതെന്ത് പറ്റി ഈ പ്രേതം ഓടാത്തെന്നൊക്കെ നല്ല പേടിയില്ല പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആ പ്രേതം ഇങ്ങനെ മന്ത്രത്തിന് ഇങ്ങനൊക്കെ പറഞ്ഞപ്പോഴാ ആ സ്വാമി ഓടിയത്. അപ്പൊ റിയൽ സ്വാമി തന്നെയാ, സ്വാമിക്ക് എന്തോ ശക്തി ഇല്ലെന്ന് തോന്നുന്നു പ്രേതത്തിന് ഓടിക്കാൻ. ഇനിയിപ്പോ എന്തോ ചെയ്യും, ഞാൻ വൈകിട്ട് പോയിട്ട് നമ്മുടെ സ്വാമി ഒന്നുകൂടെ എങ്ങനെയൊക്കെ ഒന്ന് വിളിച്ചോണ്ട് വരാൻ പറ്റും നോക്കാം. പക്ഷെ ആ സ്വാമിക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറ്റത്തില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലേ. നമ്മുടെ സ്വാമി വിളിച്ച് ചോദിച്ചിട്ട് സ്വാമിയുടെ കയ്യിൽ വേറെ സ്വാമിമാരെ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചേക്കാം. സ്വാമിമാർ വേറെ സ്വാമിമാരുടെ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചേക്കാം. നമ്മുടെ ഈ ഒരു സ്വാമി വിളിച്ചിട്ട് ഈ അവസ്ഥയൊക്കെ പറഞ്ഞു കൊടുക്കാം വിളിച്ചിട്ട്. ആ ശരി ഏട്ടാ. എന്തായാലും ആ സ്വാമി ഓടിപ്പോയല്ലോ, അതെനിക്ക് മനസ്സിലാത്ത എന്താണ്. ആ സ്വാമി ഓടിപ്പോയത് ഓർത്തിട്ട് പേടി വരുന്നു. അയ്യോ നമ്മൾ തന്നെ അവിടെ ആ സമയത്ത് ഓടിപ്പോയിരുന്നില്ല. നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ. ആ ശരിയാ, നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തായാലും ഒരു രക്ഷയായിട്ട് സമാധാനമായി ഇപ്പോഴും. എന്തായാലും കറക്റ്റ് ബസ് കിട്ടിയല്ലേ ഞങ്ങൾക്ക്, അതുകൊണ്ട് ഭാഗ്യം. നമ്മുടെ മുമ്പത്തെ അതേ റൂം തന്നെയല്ലേ ഇത് പിന്നെ തന്നത്. ആ ശരി, ഇത് മുമ്പത്തെ അതേ റൂം തന്നെ ഇതും.